വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ കോടതി മുറിക്കുള്ളിൽ അതിക്രമം. രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനാണ് ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. ഖജുരാഹോയിൽ വിഷ്ണു വിഗ്രഹം തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത്. സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് അക്രമി വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമുക്ക് ആർക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഒരു അഭിഭാഷകൻ പെറ്റീഷണർ ഇരിക്കുന്ന സൈഡിൽ നിന്നും ഒരു ഷൂസ് എടുത്ത് എറിയാനായിട്ട് ശ്രമിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ സെക്യൂരിറ്റി ആളുകൾ അദ്ദേഹത്തെ പിടിച്ച് മാറ്റുകയും ചീഫ് ജസ്റ്റിസ് അതിന് പ്രതികരിക്കുകയും വളരെ ചെറുതായിട്ട് ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവില്ല, അത്രയും മാത്രമേ അദ്ദേഹം പ്രതികരിച്ചുള്ളൂ. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്ന് സുപ്രീം കോടതിയിലെ ഈ മെൻഷനിങ് സമയത്തായിരുന്നു ഒരു അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ ചെരുപ്പെറിയാനുള്ള ഒരു ശ്രമം നടത്തിയത്. സാധാരണ മെൻഷനിങ് സമയം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കേസുകൾ ഒരു ക്രമത്തിൽ കേൾക്കാൻ വേണ്ടി ആദ്യം അഭിഭാഷകർ അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഈ സനാതന ധർമ്മത്തെ തകർക്കാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അഭിഭാഷകൻ എഴുന്നേറ്റത്. ഇതിന് ഒരു ആധാരമായ സംഭവം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഖജുരാഹോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്ര സമുച്ചയത്തിനിടയിൽ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു വിഷ്ണു പ്രതിമ തകർന്നു പോയിരുന്നു. ഈ സ്ഥലത്ത് പുതിയ പ്രതിമ സ്ഥാപിക്കണം എന്നുള്ള ഒരു ഹർജി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തള്ളിക്കളഞ്ഞിരുന്നു. മാത്രമല്ല, ഈ തള്ളിക്കൊണ്ട് നടത്തിയ അദ്ദേഹം ഒരു പരാമർശമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തിൽ അത്ര വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ ഒരു ഇടപെടാൻ കഴിയില്ല, ദൈവം തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. ഈ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് നേരത്തെ അഭിഭാഷകർ കത്തെഴുതിയിരുന്നു. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ അദ്ദേഹം കേസ് പരിഗണിക്കുമ്പോൾ ഈ വർഗീയവാദിയായിട്ടുള്ള അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ എത്തുകയും ഇക്കാര്യം നേരിട്ട് ചീഫ് ജസ്റ്റിസിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, നേരത്തെ ഈ അഭിഭാഷകർ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവരെ ഈ വർഗീയവാദികൾ അവരുടെ ചേംബറിൽ കയറി മർദ്ദിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ എത്തുകയും ഇത്തരത്തിൽ ചെരുപ്പ് എറിയാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയായിരുന്നു. ചെരുപ്പ് എറിയാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ സുരക്ഷാ ഭടന്മാർ ഈ കാലിൽ നിന്ന് ഷൂ ഊരുന്നത് കണ്ട് ഇയാളെ പിടിച്ച് മാറ്റുകയും അങ്ങനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ചെയ്തത്. ഇതിനകം തന്നെ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചർച്ചകളാണ് നടക്കുന്നത്. കാര്യം, ഒരു ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു ചീഫ് ജസ്റ്റിസ് ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ നടത്താൻ ഇവർ തുനിഞ്ഞത്. മറ്റ് ഏതെങ്കിലും ചീഫ് ജസ്റ്റിസ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജഡ്ജിമാരായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇതിനകം തന്നെ സൈബർ ഇടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു സംയമനം പാലിച്ചതുകൊണ്ടാണ് ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും താൻ കുലുങ്ങിയില്ല എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തോട് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൂടി ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, ഇതിപ്പോൾ ചീഫ് ജസ്റ്റിസിന് നേരെയാണ് ഇങ്ങനെ ഒരു അതിക്രമ ശ്രമം ഉണ്ടായത്, അതും കോടതി മുറിക്കുള്ളിൽ വെച്ച്. വലിയ സുരക്ഷാ വീഴ്ചയല്ലേ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചരിത്രത്തിൽ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ പോഡിയത്തിനടുത്തേക്ക് ഡയത്തിനടുത്തേക്ക് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക, ഷൂ ഊരിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുക, അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും അതിനുശേഷം ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടി ശ്രമിച്ച അഭിഭാഷകൻ എന്ന് അവകാശപ്പെടുന്നയാൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അത് വിരൽ ചൂണ്ടുന്നത് ഒരു രാഷ്ട്രീയ ചില താല്പര്യങ്ങൾ കൂടി ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കാത്ത ചീഫ് ജസ്റ്റിസിനെ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സമീപനത്തിലൂടെ അല്ലെങ്കിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില പ്രത്യേക സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ഒരു ബഹിസ്ഫോരണം കൂടിയാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതെന്തായാലും വളരെ അപലപനീയമാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇതിനെ അപലപിക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രാഥമികമായ പദ്ധതി. അത് തന്നെയാണ് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ്. അത് സനാതന ധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, സ്വാഭാവികമായും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അമ്മയെ
RSS അവരുടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും എന്നാൽ ആ ക്ഷണം അവർ നിരസിച്ചുകൊണ്ട് RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന താൻ ഒരു അംബേദ്കറിസ്റ്റാണ് എന്ന് വളരെ കുറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ആ അമ്മ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തു. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിൽ സനാതന ധർമ്മത്തെ അപമാനിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ അപമാനിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്താൻ തിരികുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന തിരിച്ചറിയേണ്ടതുണ്ട്. തങ്ങൾക്ക് ഇത് താല്പര്യമില്ലാത്ത ആളുകൾ, തങ്ങളെ തള്ളിപ്പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് കാണുന്ന ആളുകളെ അപമാനിച്ചുകൊണ്ട് തങ്ങളുടെ അല്ലെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള സമീപനത്തിലേക്ക് ഇത്തരം സംഘടനകൾ പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അത് ചീഫ് ജസ്റ്റിസിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ നീതിപീഠത്തിന് നേരെയാകുമ്പോൾ അത് അതീവ ഗുരുതരമാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ ജനാധിപത്യ ഇന്ത്യ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചതിന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെയാണ് ഇങ്ങനെ ഒരു അതിക്രമ ശ്രമം ഉണ്ടായത്, അതും കോടതി മുറിക്കുള്ളിലാണ് ഇത് നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയാൻ ശ്രമിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹം വിളിച്ചു പറഞ്ഞ ആ ഒരു വാക്കുകൾ തന്നെയാണ്. ഈ ഖജുരാഹോയിൽ വിഷ്ണു വിഗ്രഹം തകർത്തതുമായി ബന്ധപ്പെട്ട കേസിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് ഈ അഭിഭാഷകനെ പ്രകോപിപ്പിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സനാതനധർമ്മത്തെ അപമാനിക്കാൻ സമ്മതിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അതിക്രമം. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.